Market Plus, sponsored by DBFS, Associate of Doha Bank. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വെള്ളിയാഴ്ച ഈ വീക്കിലെ ലാസ്റ്റ് ഒരു ട്രേഡിംഗ് സെഷനിലേക്കാണ് കിടക്കുന്നത്. ഒപ്പം തന്നെ വളരെ നിർണായകമായിട്ടുള്ള RBIയുടെ MPC യോഗ തീരുമാനങ്ങളും ഇന്ന് അറിയാൻ സാധിക്കും. 3-ാം തീയതിയായിരുന്നു ഈ വർഷത്തെ അവസാനത്തെ MPC യോഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി ഗവർണറുടെ ഭാഗത്തു നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും. പ്രധാനമായിട്ടും ഒരുപക്ഷെ ഈ ഒരു യോഗത്തിലെ ഡിസിഷനെ ഏറ്റവും ട്രിക്കിയസ്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തിയിരിക്കുന്നത്. കാരണം നിലവിൽ RBIയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെഡേക്ക് ആയിട്ട് മാറിയിരുന്നത് ഇൻഫ്ലേഷൻ, ഉയർന്നു നിൽക്കുന്ന സഹനപരിധിക്ക് മുകളിൽ നിൽക്കുന്ന ഇൻഫ്ലേഷനായിരുന്നു. എന്നാൽ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ കണക്കുകൾ അഥവാ പണപ്പെരുപ്പ് കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും റെക്കോർഡ് ലോയിലേക്കാണ് ഇന്ത്യയുടെ പണപ്പെരുപ്പ് കണക്കുകൾ താഴ്ന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ GDP-യിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 8% എക്സ്പെക്റ്റേഷനെ മറികടന്നുകൊണ്ട് 8% മുകളിലുള്ള ഒരു വളർച്ച റിപ്പോർട്ട് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇതോടുകൂടി 2026 സാമ്പത്തിക വർഷത്തിലൊരു ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 8% ആയിരിക്കും എന്നൊരു നിഗമനത്തിലാണ് ഭൂരിഭാഗം അനലിസ്റ്റുകളും. ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ RBIയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു തലവേദന സൃഷ്ടിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഡോളറിനെതിരെ ഇടിയുന്ന ഇന്ത്യൻ രൂപ തന്നെയാണ്. നിലവിലത്തെ ഒരു സ്ഥിതി പരിശോധിക്കുമ്പോഴേക്കും ഏഷ്യൻ കറൻസികളിൽ ഡോളറിനെതിരെ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് കറൻസി ആയിട്ട് ഇന്ത്യൻ രൂപ മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തെ എങ്ങനെയായിരിക്കും RBI നേരിടുക എന്നുള്ളതാണ് ഈ ഒരു യോഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും നിക്ഷേപകരും അനലിസ്റ്റുകളും ഒക്കെ ഉറ്റുനോക്കുന്നത്. ഇനി ഇന്നലത്തെ നമുക്ക് വിപണിയുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണ് എന്നുള്ള വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ നമുക്കൊരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വീണ്ടും 26,000 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്ന. ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിൽ നിന്നും ലോ ലെവലിൽ നിന്നും വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ഹൈ ലെവൽസിൽ നേരിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറും നേരിട്ടിട്ടുണ്ട്. നേരിയ തോതിലൊരു ഇൻഡിസിറ്റീവ്നെസ് വിപണിയിൽ ദൃശ്യമാകുന്നുണ്ട് എന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,938.95 എന്നതായിരുന്നു ഇന്നലത്തെ ഒരു ഡേ ലോ എന്ന് പറയുന്നത്. ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 26,098.25 എന്നൊരു നിലയാണ്. ഏകദേശം ഹൈയിൽ നിന്ന് 60 പോയിന്റ്സിനടുത്തുള്ള ദൂരം മാത്രമാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. മാത്രമല്ല സെക്ടേഴ്സ് വൈസ് പരിശോധിക്കുകയാണെങ്കിലും പൊതുവേ മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ബട്ട് സ്റ്റിൽ ഭൂരിഭാഗം സെക്ടേഴ്സിലും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ഡോവിഷായ ക്യാൻഡിലായിരുന്നു ഇന്നലെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. 59,288.7 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. വെറും 60 പോയിന്റ്സിനടുത്തൊരു ഇടിവ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡേ ഹൈ പരിശോധിക്കുമ്പോൾ 59,548.7 ഡേ ലോ എന്ന് പറയുന്നത് 59,062.15 എന്നൊരു നിലയുമാണ്. ഇന്നലത്തെ ഒരു ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും IT സെക്ടറാണ്. മാർക്കറ്റ് ബെഞ്ച്മാർക്ക് ഇൻഡെക്സിൽ ഒരു വോളറ്റാലിറ്റി കണ്ടപ്പോൾ പോലും ഡാർക്ക് ഹോഴ്സ് സെക്ടർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന IT സെക്ടർ അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഇന്നലെ വിസിബിളായി തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 500-ലധികം പോയിന്റ്സിൻ്റെ ഒരു മുന്നേറ്റമാണ് IT ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. ഇനി വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടർ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടെക്നിക്കലി പൊതുവെ വീക്കർ സെക്ഷനിൽ നിൽക്കുന്ന ഒരു ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കി നിഫ്റ്റി മീഡിയ സൂചികയായിരുന്നു ഇന്നലത്തെ ഒരു വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് നിന്നിരുന്നത്. ഇനി അമേരിക്കൻ വിപണികളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പൊതുവെ മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ കോർ PC ഡേറ്റകൾ പബ്ലിഷ് ചെയ്യും. ഫെഡിൻ്റെ യോഗം സെപ്റ്റംബറിലെ ഡേറ്റകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഫെഡിൻ്റെ യോഗം ഡിസംബർ 10 നടക്കാനിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ ഏറ്റവും കൂടുതൽ ഫെഡ് ആശ്രയിക്കുന്ന ഒരു ഡേറ്റയാണ് കോർ PC ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റകൾ ഇന്ന് പബ്ലിഷ് ചെയ്യാനിരിക്കെ ഒരു ജാഗ്രതയോടെയുള്ള സമീപനമാണ് അമേരിക്കൻ നിക്ഷേപകർ ഇന്നലെ സ്വീകരിച്ചിരിക്കുന്നത്. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലത്തെ ഒരു US വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിലേക്ക് വരുമ്പോഴേക്കും ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ് ഡൗ ജോൺസ്, അതിനോടൊപ്പം തന്നെ നാസ്ഡാക്ക് 100 എന്നീ സൂചികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500ലേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
അല്ല, അമേരിക്കൻ വിപണിയിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലെ നമുക്ക് കാര്യമായിട്ട് അമേരിക്കൻ വിപണിയിൽ നേട്ടം കാണാൻ സാധിച്ചില്ലെങ്കിലും ഒരു വീക്ക്നെസ് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിക്കുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 48,000 പോയിന്റ് ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. ഡൗ ജോൺസ് ഇൻഡെക്സിൽ വീണ്ടും എന്റെ ശ്രദ്ധ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് മെയിൻലി ഇൻ ദ ബാങ്കിങ് സ്റ്റോക്സ്. സോ സിറ്റി ബാങ്ക്, ബാങ്ക് ഓഫ് അമേരിക്ക, വെൽസ് ഫാർഗോ മുതലായ ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ എഗെയിൻ നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. 25,700 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്കൂടെ വരികയാണ്. പ്രധാനമായിട്ടും ഗോൾഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് $4,200 എന്നൊരു ലെവൽ വീണ്ടും റീറ്റെയിൻ ചെയ്യാനായിട്ട് ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഒരു ലാസ്റ്റ് അവേഴ്സൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈങ് ഇന്നലത്തെ ഒരു ലാസ്റ്റ് അവേഴ്സൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ലോ ലെവൽസിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റ് കടന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ലോ ടോണിൽ ഏകദേശം ഒരു $6 ഇടിവിലാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടക്കുന്നത്. സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടെ ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേം ട്രേഡിംഗിന് വീണ്ടും ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് $4,252 ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചുരുങ്ങിയത് ഒരു $25 മുതൽ $45 നേട്ടം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ $4,197 ലെവലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. ഏകദേശം 0.5% ഒരു നേട്ടം നൽകാൻ WTI ക്രൂഡിനും അതിനോടൊപ്പം തന്നെ ബ്രെന്റ് ക്രൂഡിനും സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് ടോണിലേക്ക് വലിയ തോതിലൊരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നില്ല എങ്കിൽ പോലും ഒരു നേരിയ തോതിലൊരു ഫ്ലാറ്റ് ലോ ടോണിലേക്കാണ് ക്രൂഡ് നീങ്ങിയിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയർഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് ട്രേഡിംഗ് സൈഡ് വേസ്. സോ WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $60.50 ലെവൽ. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്ന് $1 നേട്ടമെങ്കിലും നമുക്ക് ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. സർ, ഒപ്പം തന്നെ USD INR കൂടി വരികയാണ്. USD INR സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഈ ഒരു ഇൻഡെക്സിൽ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ RBIയുടെ MPC യോഗം നടക്കാനിരിക്കുകയാണ്. ഒരുപക്ഷെ RBIയുടെ ഏറ്റവും ട്രിക്കിയസ്റ്റ് ഡിസിഷൻ എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. നിലവിൽ ഇപ്പോൾ പല അനലിസ്റ്റുകളുടെയൊക്കെ ഒരു അനുമാന പ്രകാരം ഈ ഒരു രൂപയുടെ ഇടിവാണ് RBIയെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു തലവേദന സൃഷ്ടിക്കുക എന്ന തരത്തിലുള്ള അനുമാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്ത്യൻ റുപ്പിയുടെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഇന്ത്യൻ റുപ്പി കണ്ടിന്യൂസ് ടു ബി വെരി വെരി വീക്ക്. ബട്ട് എനിക്ക് തോന്നുന്നില്ല $90.50 റെസിസ്റ്റൻസ് ഇന്ത്യൻ റുപ്പി ബ്രേക്ക് ചെയ്യുമെന്ന്. അവിടെ ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് നല്ല സെല്ലിംഗ് പ്രഷർ US ഡോളറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ കൈവശം ഓൾറെഡി ഒരു US ഡോളറിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി അവർ സ്റ്റോപ്പ് ലോസ് $90.50. കറന്റ് ലെവൽസിൽ നമുക്ക് US ഡോളർ വാങ്ങിക്കാൻ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ഐ എക്സ്പെക്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ഇൻ US ഡോളർ. അമേരിക്കൻ ഡോളറിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ ഒരു അപ്രിസിയേഷൻ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു അപ്രിസിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു ലെവല് $89.50 ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ആഭ്യന്തര വിപണിയിലേക്ക് വരാം. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും 26,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ടും ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. സോ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ ഇടയാണ്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഞാൻ ഇതേ ഫോർത്തിലും മുൻപും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വി ഷുഡ് നോട്ട് പാനിക്. നേരെ മറിച്ച് നമ്മൾ ആ ഒരു കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നല്ല കമ്പനികളുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് ഒരു അവസരമായിട്ട് തന്നെ ഉപയോഗിക്കണം.
നിഫ്റ്റി 50യുടെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 26,100, 26,100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് വീണ്ടും നിഫ്റ്റി 50യിൽ എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 59,288.7 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലോ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ലോ റിസ്കിൽ വീണ്ടും പുതിയ ബൈങ് അവസരങ്ങൾ വളരെ ചുരുക്കമായിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 58,700 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമ്മളൊരു വീക്ക്നെസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ പോകുന്നുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ഈ ഒരു സെക്ടറിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വൺ സ്റ്റോക്ക് ഇസ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. അടുത്തതായിട്ട് നിഫ്റ്റിയിൽ തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് ഇന്നലെ മാറിയത് നിഫ്റ്റിയുടെ IT സൂചികയായിരുന്നു. ഇതേ ഫോറത്തിൽ തന്നെ താങ്കൾ പലപ്പോഴായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഹെവി വെയ്റ്റ് സെഗ്മെന്റ് പരിശോധിക്കുമ്പോഴേക്കും ഒരു ഡാർക്ക് ഹോഴ്സ് സെക്ടറായിട്ടാണ് IT സെക്ടറിനെ കാണുന്നതെന്ന്. ഈ മാർക്കറ്റിലൊരു വോളറ്റിലിറ്റി നിലനിൽക്കുമ്പോൾ പോലും ആ ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് IT സൂചികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ IT സൂചികയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? നമ്മൾ IT ഇൻഡെക്സിന്റെ കേസിൽ നൗ ദ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. നൗ IT ഇൻഡെക്സിന്റെ ഒരു പ്രോബ്ലം നമുക്ക് കാണാൻ സാധിക്കും. ഒക്ടോബർ മാസത്തിൽ ഏകദേശം ഒരു 33,500 പോയിന്റിൽ ട്രേഡ് ചെയ്ത ഇൻഡെക്സ് നമുക്ക് ആ ലെവലിൽ നിന്നും കഴിഞ്ഞ 2-2.5 മാസത്തിനിടെ ഓൾറെഡി 3,000 പോയിന്റിന്റെ നേട്ടം നൽകി കഴിഞ്ഞു. സോ കറന്റ് ലെവൽസിൽ നമുക്ക് ഇനി ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം IT ഇൻഡെക്സിൽ കാണുന്നില്ല, അല്ലെങ്കിൽ IT സെക്ടറിൽ കാണാൻ സാധിക്കുന്നില്ല. എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. ബട്ട് കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇനി ഈ സെക്ടറിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി വേറൊരു പുതിയ സെക്ടർ എൻ്റെ ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ദ ഡിഫൻസ് സെക്ടർ. സോ ഡിഫൻസ് ഇൻഡെക്സിന്റെ കേസ് നമ്മൾ എടുക്കുമ്പോഴേക്കും നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ 7,700 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് വരും സെഷൻസ് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സെക്ടറിൽ നമുക്ക് വീണ്ടും പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ഞാൻ ഒത്തിരി ഡിഫൻസ് സ്റ്റോക്സ് സ്റ്റഡി ചെയ്യുമായിരുന്നു. സോ മെനി ഓഫ് ദ ഡിഫൻസ് സ്റ്റോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസിലോട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും ഡിഫൻസ് സെക്ടറിൽ താങ്കളുടെ ഒരു ഫോക്കസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ താങ്കളുടെ ഫോക്കസിലേക്ക് എത്തിയ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഓഹരികളുണ്ടോ? ഇന്നലത്തെ മാർക്കറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്ക് ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഭാരത് ഡൈനാമിക്സ്. ഭാരത് ഡൈനാമിക്സിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുമ്പോൾ വളരെ ഹെൽത്തി ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഭാരത് ഡൈനാമിക്സ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 1,620 രൂപയിലെ കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് വിച്ച് ഇസ് അണ്ടർഗോൺ എ ഹെൽത്തി കറക്ഷൻ ഇസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2 ഉണ്ട്. ആദ്യത്തെ 4,650, അതിനുശേഷം 4,760. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അഗെയിൻ ദർ വിൽ ബി എ ട്രെൻഡ് റിവേഴ്സൽ. മറ്റൊരു സ്റ്റോക്ക് നാച്ചുറലി ഈസ് ദി ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ. ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിൽ നമുക്ക് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് വളരെ ഹെവി സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ 2,500 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിലും ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് കെയ്ൻസ് ടെക്നോളജിയിലേക്കാണ് വരുന്നത്. കെയ്ൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ഒക്ടോബറിന് ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് ഇടിവിലാണ് ഈ ഓഹരിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ്, വലിയ തോതിലുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഏകദേശം ഒരു 2 മാസത്തോളമായിട്ട് ഈ ഓഹരിയിൽ കാണുന്നില്ല. ഇന്നലെയും 6% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കെയ്ൻസിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ കെയ്ൻസിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കെയ്ൻസിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഒക്ടോബർ മാസത്തിന് ശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമുക്ക് കറന്റ് ലെവൽസിൽ ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം.
സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് സുസ്ലോൺ ആണ്. സുസ്ലോണെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? പ്രത്യേകിച്ചും ഇനിയിപ്പോൾ ബജറ്റിലൊക്കെ വരാനിരിക്കുകയാണ്, പലയിടത്തുമായിട്ട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, വലിയ തോതിൽ ഈ ഒരു ഗ്രീൻ പവർ സെഗ്മെന്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എത്തുന്നതിനൊക്കെയുള്ള പല അപ്ഡേഷൻസും ഒക്കെ വരുന്നുണ്ട്. സോ സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുസ്ലോണിന്റെ കേസിൽ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട്സ് വർ ഫാന്റാസ്റ്റിക്. അതിനെ തുടർന്ന് നമുക്ക് ഒക്ടോബർ മാസത്തിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു. ആൻഡ് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ആയിരുന്നു ഫോം ആയത്. ബട്ട് എങ്കിലും സിൻസ് ദെൻ ദ സ്റ്റോക്ക് ഇസ് ഡിസപ്പോയിന്റ്. കാര്യം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ വീണ്ടും കനത്ത സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് വീണ്ടും ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ തൽക്കാലം പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തായിട്ട് KPR മില്ലിലേക്കാണ് വരുന്നത്. KPR മില്ലിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഇന്ത്യ US ട്രേഡിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വോളറ്റൈലിറ്റി പ്രകടമാക്കിയ ഒരു ഓഹരി കൂടിയായിരുന്നു KPR മില്ല് എന്ന് പറയുന്നത്. ഓഹരികളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെയും 2% മുകളിലൊരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ KPR മില്ലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? KPR മില്ലിന്റെ കേസിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് വളരെ ഹെവി സെല്ലിംഗ് പ്രഷർ വീണ്ടും ഈ സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് എഗെയിൻ ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് 940 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. കറന്റ് ലെവൽസിൽ വീണ്ടും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. അടുത്തായിട്ട് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്കാണ് വരുന്നത്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ RBIയുടെ MPC യോഗങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പൊതുവെ റിയൽറ്റി സെക്ടറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ലൈക്ക് ഡിഫൻസ് സെക്ടർ, ഈ ഒരു സെക്ടറിൽ നമുക്ക് ഹെവി സെല്ലിംഗ് ആയിരുന്നു കഴിഞ്ഞ ഒരു 1-1.5 മാസത്തിനിടെ കാണാൻ സാധിച്ചത്. ആൻഡ് എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും ഈ സെഗ്മെന്റിൽ വന്നിട്ടില്ലെങ്കിൽ പോലും അക്കോർഡിംഗ് ടു മീ നമുക്ക് ഡൗൺ സൈഡ് റിസ്ക് ഇസ് വെരി വെരി ലിമിറ്റഡ്. സോ നമ്മൾ ഈ ഒരു ഡിഫൻസ് സെക്ടറിനോടൊപ്പം തന്നെ ഈ ഒരു സെക്ടറിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സെക്ടറിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നത് 850 പോയിന്റിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കണമെങ്കിൽ 920 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ഒരു സെക്ടറിൽ എടുത്തു പറയാനുള്ള ഒരു മേജർ സ്റ്റോക്ക് ഇസ് ഗോദ്രേജ് പ്രോപ്പർട്ടി. സോ ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ മേജർ സപ്പോർട്ട് ഏരിയ 2000 റുപ്പീസ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി വരും. ബട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 2180 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ദ ട്രെൻഡ് വിൽ റിവേഴ്സ്. സർ, അതിനോടൊപ്പം തന്നെ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസിനെ കൂടി വരികയാണ്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. എന്നിരുന്നാൽ പോലും വലിയ തോതിലൊരു റിട്ടേൺ ഒന്നും നൽകാത്തൊരു ഓഹരി കൂടി. പ്രധാനമായിട്ടും ഒരു കൺസോളിഡേറ്റഡ് ഫേസിലായിരുന്നു ഭൂരിഭാഗം സമയത്ത് നിന്നിരുന്നാൽ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ ശക്തം, പ്രത്യേകിച്ചും നവംബർ 12 ശേഷമുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഹെവി ആയിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത്. സോ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ഇന്നലത്തെ സ്പോട്ട്ലൈറ്റ് സെഷനിൽ സൂരജ് സാറ് നമ്മുടെ ഈ IPO സ്റ്റോക്സിനെ കുറിച്ചൊരു നല്ലൊരു വ്യൂ നൽകിയിരുന്നു. സോ അദ്ദേഹം നമ്മുടെ ഇടയ്ക്കൊക്കെ പറഞ്ഞത് ഈസ് ദാറ്റ് ഈ പുതിയ IPOs വരുന്ന സമയത്ത് ഈ കമ്പനികൾ ഒന്നും തന്നെ ദേ ആർ നോട്ട് കമ്മിങ് ഔട്ട് വിത്ത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. നേരെ മറിച്ച് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് ഒരു എക്സിറ്റ് റൂട്ടായിട്ട് IPOകളൊക്കെ തന്നെ വരുന്നത്. സോ ഈ IPO വരുന്ന സമയത്ത്, ഈ ഓഫർ ഫോർ സെയിൽ വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഒരു പാറ്റേൺ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈപ്പ് അപ്പ് ചെയ്തിട്ട് ഓവർ വാല്യൂഡ് ആയിട്ട് ഈ തരം സ്റ്റോക്ക് ഒക്കെ മാർക്കറ്റിലോട്ട് വരുന്നത്. സോ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസിന്റെ കേസിലും സെയിം പ്രോബ്ലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 24 ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് അതിനുശേഷം 2 മാസം ഈ സ്റ്റോക്കിന് നേട്ടം നൽകാൻ സാധിച്ചെങ്കിലും ബൈ സെപ്റ്റംബർ ഒക്ടോബർ ഓഫ് 2024 ഈ സ്റ്റോക്കിൽ വളരെ ഹെവി സെല്ലിംഗ് വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ തൽക്കാലം ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുക. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടെത്തട്ടെ, അതിനുശേഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. അടുത്തായിട്ട് അനന്തരാജിലെ കൂടി വരികയാണ്. അനന്തരാജിനെ സംബന്ധിച്ചിട്ടും 2% ഒരു നഷ്ടമായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ അനന്തരാജ് ലിമിറ്റുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
അറ്റ് ദ മൊമെന്റ് അന്തരാജിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ 500 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ആയിട്ടുണ്ട്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്ന്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബൈങ് അവസരങ്ങൾ ഈ സ്റ്റോക്കിലും ലഭിക്കും. സർ, അടുത്തായിട്ട് CDSL ഓഹരികളിലേക്ക് കൂടി വരികയാണ്. CDSLനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നലെ 1% നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. സോ CDSLന്റെ കേസിൽ ജൂലൈ മാസത്തിന് ശേഷം ഒരു ബ്രോഡ് കൺസോൾട്ടേഷൻ ആയി സ്റ്റോക്കിൽ കാണുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് അല്പം വീക്ക് ആയിട്ടുണ്ട് ഈ സ്റ്റോക്ക്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1490 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അടുത്തായിട്ട് ഏഞ്ചൽ വണ്ണിന്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം നമുക്ക് നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ആ ഒരു നല്ലൊരു ബുൾ റണ്നെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2600 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഒപ്പം തന്നെ ഒലയെ കുറിച്ചുകൂടി ചോദിക്കുകയാണ്. ഒലയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഓൾ ടൈം ലോയിലേക്കായിരുന്നു ഒല ഓഹരികൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ലോവർ സർക്യൂട്ടിൽ തന്നെയാണ്. ആ ഒരു 5% ഇടിവിൽ തന്നെയാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. 36.12 എന്ന നിലയിൽ 36 രൂപ 12 പൈസ എന്ന നിലയിലാണ് ഒല ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഒലയിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? അൺഫോർച്ചുനേറ്റ്ലി ഒലയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. സോ നമ്മൾ നേരത്തെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസിന് പോലെ തന്നെ ഓലയുടെ കേസിലും വിത്ത് IPO ഈ ഒരു സ്റ്റോക്കും ഹൈപ്പ് അപ്പ് ചെയ്ത് ഓവർ വാല്യൂഡ് ഒരു മെത്തേഡിലായിരുന്നു ഈ സ്റ്റോക്ക് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ക്ലോസ് ദ പൊസിഷൻ, വെയിറ്റ് ഫോർ എ ന്യൂ ബൈങ് ഓപ്പർച്യൂണിറ്റി. അടുത്തായിട്ട് ചില പൊതുമേഖലാ ബാങ്കിങ് ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് SBINലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. SBI സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. സോ SBI ഓഹരികളുടെ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഫ്രം എ ലോ ഓഫ് 800 റുപ്പീസ് ഈ സ്റ്റോക്ക് നമുക്ക് ഏകദേശം ഒരു 200 രൂപയുടെ നേട്ടമായിരുന്നു നൽകിയിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് എക്സ്ട്രീം ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 920 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കണം. കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അടുത്തായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കാണ് വരുന്നത്. ഈ ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് മുന്നത്തെ ദിവസം ഡിസംബർ 3 പരിശോധിക്കുമ്പോൾ 4% മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. സോ പഞ്ചാബ് നാഷണൽ ബാങ്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? വളരെ സിമിലർ പാറ്റേൺ ഈ ഒരു സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 100 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് 127 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ നടന്നിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 115 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ കേസിൽ 122 മുതൽ 127 ഈ റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു അനിത. ഏതായാലും നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിലാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നൽകിയിരിക്കുന്നത്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷവും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിന് ശേഷവും മാത്രം നിക്ഷേപം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസുമായിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. Market Plus, sponsored by DBFS, Associate of Doha Bank.